ഹലോ, ഞാൻ ഭൂമികയാണ്. പറയൂ മാഡം. സുഖാണോ? കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. സന്തോഷം. പാറുന്റെ അച്ഛൻ കുറച്ച് ബന്ധുക്കളെ കാണാൻ രാവിലെ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. വിശേഷം പറഞ്ഞു തുടങ്ങിയ പിന്നെ സമയം പോകുന്നത് ഏട്ടന് അറിയത്തില്ല. ഓ, എന്താ മാഡം, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. നാളെ നിങ്ങളെ കണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. നമ്മള് കഴിഞ്ഞ തവണ സംസാരിച്ച വിഷയത്തെക്കുറിച്ചാണോ മാഡം? അതിനെക്കുറിച്ച് അന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതല്ലേ? ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത്. കാര്യം എന്താണെന്ന് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. ശരി മാഡം. എന്നാ നാളെ കാണാം. അമ്മേ, ഭൂമിക മാഡം എന്താ പറഞ്ഞ? എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനായിട്ട് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലെന്നറിയാനാ വിളിച്ചത്. അവരെന്ത് പറയാനാ വരുന്നേ? അതറിയില്ലെന്ന് പറഞ്ഞില്ലേ? കൈലാഷ് സാർ പാറുവിന് പെണ്ണു ചോദിച്ചു വന്നത് ഇത്രയും ദിവസമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞില്ലെങ്കില് ഞങ്ങളൊന്നും അറിയില്ലെന്നാണോ വിചാരം? ഇപ്പൊ തന്നെ പാറുവിനെ വിളിച്ച് ചോദിക്കാം. ഹലോ ചേച്ചി. മോളെ, ഭൂമിക മാഡം ഇപ്പൊ അമ്മയെ വിളിച്ച് ഫോൺ വെച്ചതേ ഉള്ളൂ. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. നിനക്കത് എന്തിനാണെന്ന് വല്ലതും അറിയോ? അവര് മാത്രല്ല, കൂടെ ഞാനും പ്രിയൻ ചേട്ടനും ഉണ്ടാവും. പ്രിയനോ? അച്ഛനോടും അമ്മയോടും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലെന്ന് തുറന്നു പറയാനാ ഞങ്ങൾ വരുന്നത്. ഇത്രയും വലിയൊരു കാര്യം ഇത്ര നിസ്സാരമായിട്ട് നിനക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നേ? വേറെ നിവർത്തിയില്ല ചേച്ചി. പ്രശ്നങ്ങളെല്ലാം ഇപ്പോ കൈവിട്ടു പോകുന്ന അവസ്ഥയില്ല. കൈലാഷ് സാറ് ഞങ്ങൾ ആരും പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ടാ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാത്തിനും ഒരവസാനം കാണാന്ന് കരുതിയത്. ശരി, അച്ഛൻ നിന്റെ ഇഷ്ടത്തെ ബഹുമാനിക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കൈലാഷ് സാറിനെ അച്ഛൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഭൂമിക മാഡത്തിന്റെ കൂടെ ഞങ്ങളും വരുന്നുണ്ടെന്ന് അച്ഛനോടും അമ്മയോടും തൽക്കാലത്തേക്ക് പറയണ്ട. ശരി മോളെ. ആ, പിന്നെ നാളെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വിളിക്കണേ. ശരി ചേച്ചി. മാഡം, എന്താ പറു? എന്താ മാഡം ആലോചിച്ചിരിക്കുന്നേ? നാളെ പ്രിയനെയും കൂട്ടി നിന്റെ അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ചതാ. നിനക്ക് വേണ്ടി കൈലാഷിന്റെ ആലോചന കൊണ്ടുവന്ന ആള് തന്നെ മറ്റൊരാളെയും കൂട്ടിക്കൊണ്ട് ചെന്നാ അവർക്ക് എന്ത് തോന്നും? മാഡം അന്ന് എന്നോട് സംസാരിക്കാതെയാണ് കൈലാഷ് സാറുമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മതി. അച്ഛന് മനസ്സിലായിക്കോളും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ തന്നെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണം. ചെറിയ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടം കൊടുത്താൽ ഈ വിഷയം ആളിക്കത്തും. അതിന് എന്ത് ചെയ്യണമെന്നാ മാഡം പറയുന്നത്? നിന്റെ അച്ഛൻ കൈലാഷിന് കൊടുത്ത വാക്ക് മാറ്റി പറയേണ്ട അവസ്ഥ വരും. അങ്ങനെ ചെയ്താലും കൈലാഷ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കണം. അതിന് കൈലാഷിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. മാഡം പറഞ്ഞത് ശരിയാ. പക്ഷെ ആ വീട്ടിൽ നിന്ന് നമ്മുടെ കൂടെ ആര് വരാനാ? വരും. ആര്? കൈലാഷിന്റെ ഡാഡി. PKR സാറ് അതിന് സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഡാഡി, ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? വരുന്നു, ജസ്റ്റ് എ സെക്കൻഡ്.